ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ള യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ലോകം എമ്പാടും ഉള്ള ക്രൈസ്തവർ ഗുഡ് ഫ്രൈഡേ ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുന്ന ഈ ദിവസത്തിൽ ക്രൂശിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞ വചനത്തെ ആധാരമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാമത്തെ വചനം. അതിനുശേഷം തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരോടുമായി യേശു ഇങ്ങനെ പറഞ്ഞു: ഒരാൾ എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ക്രൂശുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ പല ക്രൈസ്തവരുടെയും ഇടയിൽ ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നത്തെ ദിവസം വഴികളിലൂടെ മരക്കുരിശും ചുമന്ന് നടക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാം. ആ കാഴ്ചകൾ നമ്മുടെ കണ്ണുകളിൽ പതിക്കുന്നു. വേദനയുടെ ഒരു നാടകീയ അവതരണം അവിടെ നടക്കുമ്പോൾ കാണുന്നവർക്ക് ആ കാഴ്ചകൾ അല്പം സഹതാപം ഉളവാക്കിയേക്കാം. എന്നാൽ ഒരു ചോദ്യം, ഈ മരക്കുരിശും ചുമന്നുകൊണ്ടുള്ള യാത്ര യേശുക്രിസ്തു പറഞ്ഞ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക എന്ന വചനവുമായി എന്താണ് ബന്ധമുള്ളത്? ക്രൂശ് എന്ന് പറയുന്നത് ചരിത്രത്തിൽ വധശിക്ഷയുടെ ചിഹ്നമായിരുന്നു, അപമാനത്തിൻ്റെ, വേദനയുടെ ചിഹ്നം. എന്നാൽ ക്രിസ്തുവിൻ്റെ അധരങ്ങളിൽ നിന്ന് ക്രൂശിനെക്കുറിച്ച് വാക്കുകൾ വന്നപ്പോൾ അതിനൊരാത്മീക പരിവേഷം ലഭിച്ചു. യേശു പറഞ്ഞു, ഒരാൾ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെത്താൻ ത്യജിച്ച്, അവൻ്റെ സ്വയത്തെ ത്യജിച്ച് ക്രൂശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ക്രൂശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന യേശുവിൻ്റെ വാക്കുകൾ ആയതുകൊണ്ട് അതിനൊരാത്മീക പരിവേഷം കൊടുത്ത് യഥാർത്ഥത്തിൽ യേശു ചിന്തിച്ച, യേശു അർത്ഥമാക്കിയ ആ കാര്യങ്ങളിൽ നിന്ന് വിഭിന്നമായി സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ മരത്തിൻ്റെയോ രൂപത്തിലുള്ള ഒരു കുരിശും ധരിച്ചുകൊണ്ട് ആളുകൾ പോകുന്നു. വാസ്തവത്തിൽ കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ ക്രൂശിനെ ശരീരത്തിൽ വഹിക്കുന്ന ഒരു ചുമടായി മാത്രം കാണുന്നത് നാം സത്യത്തെ ക്രൂശിക്കുന്നതിന് തുല്യമല്ലേ? ഇന്നത്തെ ആചാര അനുഷ്ഠാനങ്ങളിൽ ക്രൂശ് ചുമക്കുന്നത് പലപ്പോഴും ഒരു പ്രകടനമായിട്ട് മാറിയിരിക്കുന്നു. ശരീരത്തെ ദണ്ഡിപ്പിച്ച് ക്രിസ്തുവിൻ്റെ ആ കഷ്ടാനുഭവത്തിൽ പങ്കുചേരുവാൻ മനുഷ്യൻ ശ്രമിക്കുകയാണ്. എന്നാൽ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാതെ അതിനെ ബാഹ്യമായ ഒരാചാരത്തിൽ മാത്രമായി ഒതുക്കുമ്പോൾ യഥാർത്ഥ ആത്മീകത അവിടെ മനസ്സിലാകുവാൻ കഴിയാതെ പോകുന്നു. ദിവസേന ഒരു ക്രിസ്തു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ പ്രകടിപ്പിക്കേണ്ട അല്ലെങ്കിൽ അനുവർത്തിക്കേണ്ട ഒന്നാണ് ക്രൂശ് ചുമക്കുക എന്നുള്ളത്. ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന വാക്കുകളിൽ ഒരു സമർപ്പണമാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. അതിന് ഒരു ദിവസം വേണമെന്നില്ല, സമയം അല്ല അതിന് പ്രധാനം. അത് അഹങ്കാരത്തെ ത്യജിച്ച് പാപത്തെ നിരസിച്ച് ജീവിക്കുന്ന ഒരു വഴിയുടെ അനുഭവമാണ്. ഇതാണ് ക്രൂശിൻ്റെ ഭാരം എന്ന് പറയുന്നത്. ബാഹ്യമായ ശാരീരിക ദണ്ഡനങ്ങൾ നമ്മുടെ സമർപ്പണത്തിനൊരിക്കലും തുല്യമാകത്തില്ല. ശരീരത്തെ പീഡിപ്പിക്കാൻ എളുപ്പമാണ്, ഒരു കുരിശെടുത്ത് തോളിൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ എളുപ്പമാണ്. എന്നാൽ ഹൃദയത്തിന് മാറ്റം വരുവാൻ, മനസ്സിനൊരു നവീകരണം ഉണ്ടാകുവാൻ, ആത്മാവിനെ ശുദ്ധീകരിക്കുവാൻ ആളുകൾക്ക് താല്പര്യമില്ല. ക്രൂശ് ചുമക്കുന്ന ഈ അനുഭവങ്ങൾ ഇല്ലാതെ ക്രൂശ് ചുമക്കുന്ന എല്ലാ കാഴ്ചകളും ദൈവം എത്രമാത്രം വേദനയോടെ മാത്രമായിരിക്കും കാണുന്നത്. അതുകൊണ്ട് ബാഹ്യമായ ആചാരങ്ങൾ, ചടങ്ങുകൾ ദൈവത്തെ പ്രസാദിപ്പിക്കും എന്ന വിശ്വാസം വചനവിരുദ്ധമാണ്. ഒരു മനുഷ്യൻ്റെ ഹൃദയ രൂപാന്തരമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്.
അവൻ ആത്മാവിൽ സത്യസന്ധനായിരിക്കണം. അതുകൊണ്ട് വാസ്തവത്തിൽ ഇന്ന് പകൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വാർത്ഥതയെ നിഷേധിച്ച് പാപത്തോട് എതിർത്ത് പാപത്തിന് തിരിഞ്ഞു നിന്ന് സത്യത്തിൻ്റെ പക്ഷത്ത് നിന്ന് യേശുവിൻ്റെ വഴി പിന്തുടരുക എന്നുള്ളതാണ്. ക്രൂശ് ചുമക്കുന്നത് ഒരു ചടങ്ങായിട്ട് മാറുമ്പോൾ അത് സത്യത്തെ ക്രൂശിക്കുന്നതിന് തുല്യമാണ്. അത് ആത്മീയതയെ ബാഹ്യമായ ആചാരങ്ങളിൽ ഒതുക്കുന്നതിന് തുല്യമാണ്. അത് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതുകൊണ്ട് ക്രൂശ് എടുത്തുകൊണ്ട് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭാരം ചുമക്കലല്ല, അത് യേശുവിനെ പിൻപറ്റുവാനുള്ള ഒരു വിളിയാണ്. അത് ഒരു ജീവിതമാണ്, ക്രൂശെടുത്തുകൊണ്ടുള്ള ജീവിതം. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഓരോരുത്തരും പരിശോധിക്കട്ടെ. പാപത്തെ നിഷേധിച്ചുകൊണ്ട്, സ്വയത്തെ നിഷേധിച്ചുകൊണ്ട്, അഹങ്കാരത്തെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്നതല്ലേ വാസ്തവത്തിൽ തന്നെത്താൻ ത്യജിച്ച് ക്രൂശെടുക്കുക എന്ന് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ ഏതെങ്കിലും മരത്തിൻ്റെയോ ലോഹത്തിൻ്റെയോ ആകൃതിയിലുണ്ടാക്കിയ ഒരു കുരിശെടുക്കുക എന്നുള്ളതാണ്. ഓരോരുത്തൻ അവരവരെ തന്നെ പരിശോധിക്കട്ടെ. വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നടപ്പിൽ നിന്ന് നമ്മെ ദൈവം വീണ്ടെടുത്തിരിക്കുന്നത് യേശുവിൻ്റെ വലിയൊരു രക്തത്താലാണ്. മാനുഷിക കൽപ്പനകളേക്കാൾ നമുക്ക് പ്രാധാന്യം ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം മാനുഷിക കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ട് ദുർബലപ്പെടുവാൻ പാടില്ല. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യഥാർത്ഥ സത്യത്തിലേക്ക്, യഥാർത്ഥ ക്രൂശമെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്ന ജീവിതത്തിലേക്ക് വചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ.